വചനവയൽ ഒരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം റൂത്ത് 1 മുതൽ 4 വരെയും സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും ഗലാത്യ 1 മുതൽ 6 വരെയും 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: തിരുനാൾ പകുതിയായപ്പോൾ യേശു എവിടെ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 2: ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് ഡാഷ്. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കുടിയേറിപ്പാർത്തു. ക്വസ്റ്റ്യൻ നമ്പർ 3: എൽക്കാനയുടെ ഭാര്യമാരുടെ പേരെന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഹന്നായും പെനീനായും. ക്വസ്റ്റ്യൻ നമ്പർ 4: യേശു ആരുടെ നാമത്തിലാണ് വന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പിതാവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 5: എന്റെ സ്വന്തം കൈപ്പടയിൽ എത്ര ഡാഷ് അക്ഷരങ്ങളിലാണ് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് നോക്കൂ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വലിയ. ക്വസ്റ്റ്യൻ നമ്പർ 6: വിവാഹം നടന്ന കാനായിൽ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 6. ക്വസ്റ്റ്യൻ നമ്പർ 7: പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞു കിടക്കുന്നു. ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു. ഡാഷ് മാത്രം അവശേഷിച്ചിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഉടൽ. ക്വസ്റ്റ്യൻ നമ്പർ 8: കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. അത് ഭൂമിയിലെങ്ങും എന്ത് ചെയ്തു? 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പ്രതിധ്വനിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 9: പിറ്റേ ദിവസം അവൻ എവിടേക്ക് പോകാൻ ഒരുങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗലീലയിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10: അതിനാൽ വിശ്വാസമുള്ളവരാണ് അബ്രഹാത്തിന്റെ ഡാഷ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 11: ഗലാത്യ 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ പരാമർശിക്കുന്ന കർത്താവിന്റെ സഹോദരനായ അപ്പസ്തോലൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യാക്കോബ്. ക്വസ്റ്റ്യൻ നമ്പർ 12: യഹൂദരുമായുള്ള തർക്കത്തിന് ശേഷം യേശു പോയത് എവിടേക്ക്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജോർദാന് മറുകര. ക്വസ്റ്റ്യൻ നമ്പർ 13: ആ ശബ്ദം ഡാഷ് കേട്ടു. എഫ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്രാട്ടഹാസത്തിന്റെ സൂചന എന്നെന്ന് അവർ തിരക്കി. കർത്താവിന്റെ പേടകം കൂടാരത്തിൽ എത്തിയെന്ന് അവർ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 14: ധനികനും ദരിദ്രനും ആക്കുന്നത് ആരെന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറയുന്നത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 15. എഫ്രായിം മലനാട്ടിലെ റാമാത്തായിമിൽ സൂഫ് വംശജനായ ഡാഷ് എന്നൊരാളുണ്ടായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, എൽക്കാന. ക്വസ്റ്റ്യൻ നമ്പർ 16. ഞാനൊരു മനുഷ്യന്റെയും ഉപദേശം തേടാൻ നിന്നില്ല. ആരുടെ വാക്കുകൾ? ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശുദ്ധ പൗലോസിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 17. ജനക്കൂട്ടം അവനെ കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനെ ബന്ധിക്കാൻ ഡാഷ് അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സേവകര്. ക്വസ്റ്റ്യൻ നമ്പർ 18. വീരന്മാരുടെ വില്ലുകൾ ഡാഷ് ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. 1 സാമുവൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, തകരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 19. നവോമിയുടെ ഭർത്താവ് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എലിമലക്. ക്വസ്റ്റ്യൻ നമ്പർ 20. അവർ ഡാഷ് ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. 1 സാമുവൽ 7-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിസ്പായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 21. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി എന്ത് ചെയ്യും? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അനുഗ്രഹിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 22. എല്ലാ മനുഷ്യരെയും ഡാഷ് യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രകാശിപ്പിക്കുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 23. ആരുടെ ഭർത്തി കുടുംബത്തിൽ ബോവാസ് എന്ന പേരായ ഒരു ധനികനുണ്ടായിരുന്നു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവോമിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 24. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മഹത്വപ്പെടുത്തും. ക്വസ്റ്റ്യൻ നമ്പർ 25. യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിന്റെ പ്രധാന സന്ദേശം എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവവചനം ശാശ്വതവും ദൈവികവുമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. എൽക്കാനയും കുടുംബവും എപ്പോൾ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അതിരാവിലെ. ക്വസ്റ്റ്യൻ നമ്പർ 27. മെതിക്കളത്തിൽ ബാർലി ഡാഷ് അവന് ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പാറ്റുന്നതിന്. ക്വസ്റ്റ്യൻ നമ്പർ 28. നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു, അതിനെ എന്തായി ഗണിക്കരുതെന്നാണ് സ്ലീഹ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായി.
ക്വസ്റ്റ്യൻ നമ്പർ 29. അനന്തരം ബോവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞു, എലിമലക്കിൻ്റെയും മഹ്ലോൻ, കിലിയോൻ എന്നിവരുടെയും ആയ എല്ലാം നവോമിയിൽ നിന്ന് ഇന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ ഡാഷ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സാക്ഷികളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങനോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ഡാഷ് കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ആശ്വസിപ്പിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 31. നവോമിയുടെ ഡാഷ് എലിമേലെക്ക് മരിച്ചു, അവളും പുത്രന്മാരും ശേഷിച്ചു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഭർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 32. യൂദയായ്ക്ക് താമാറിൽ ജനിച്ച പേരസിന് ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഡാഷ് ആകട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭവനവും. ക്വസ്റ്റ്യൻ നമ്പർ 33. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ ആര് പുറന്തള്ളപ്പെടും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അധികാരി. ക്വസ്റ്റ്യൻ നമ്പർ 34. അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഡാഷ് കൂടെ പുറപ്പെട്ടു, യൂദയായിലേക്കുള്ള വഴിയിലെത്തി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മരുമക്കളോട്. ക്വസ്റ്റ്യൻ നമ്പർ 35. ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനെ ബന്ധിക്കാൻ ഡാഷ് അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, സേവകരെ. ക്വസ്റ്റ്യൻ നമ്പർ 36. ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സേവിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 37. യൂദയായിലുള്ള ക്രിസ്തുവിന്റെ സഭകൾ അപ്പോഴും എന്നെ നേരിട്ട് അറിഞ്ഞിരുന്നില്ല. ഗലാത്യ 1-ാം അധ്യായത്തിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 38. ആരുടെ ഭർത്താവ് എലിമേലെക്ക് മരിച്ചു, അവളും പുത്രന്മാരും ശേഷിച്ചു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നവോമിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 39. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് എന്ത് മാത്രമേ നൽകിയിരുന്നുള്ളൂ, എന്നാൽ കർത്താവ് അവളെ ബന്ദിയാക്കിയിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഒരംശം. ക്വസ്റ്റ്യൻ നമ്പർ 40. നവോമി മോവാബിൽ നിന്ന് അവിടുത്തുകാരിയായ ആരോടുകൂടിയാണ് തിരിച്ചെത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മരുമകൾ റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 41. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ ഡാഷ് എന്നിലേക്ക് ആകർഷിക്കും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മനുഷ്യരെയും. ക്വസ്റ്റ്യൻ നമ്പർ 42. ആര് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 43. അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവൻ്റെ ഡാഷ്,
ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശിഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസിൽ കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ഡാഷ്. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആനന്ദിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 45. പുത്രനെ അനുസരിക്കാത്തവരുടെ മേൽ എന്തുണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവകോപം. ക്വസ്റ്റ്യൻ നമ്പർ 46. കർത്താവ് വീണ്ടും സാമുവലിനെ വിളിച്ചു. സാമുവൽ അവൻ എഴുന്നേറ്റു, ഡാഷ് അടുക്കിലേക്ക് ചെന്ന് പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഏലിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 47. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ ഡാഷ് വരുന്നുമില്ല. വിശുദ്ധ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വെളിച്ചത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 48. നിങ്ങളിത് ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളോട് ദയ കാണിക്കും. നിങ്ങളുടെ കരങ്ങൾ ശക്തമായിരിക്കട്ടെ, ധീരന്മാരായിരിക്കുവിൻ. നിങ്ങളുടെ യജമാനായ സാവൂൾ മരിച്ചു, യൂദാഭവനം തങ്ങളുടെ രാജാവായി എന്നെ ഡാഷ് ചെയ്തിരിക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അഭിഷേകം. ക്വസ്റ്റ്യൻ നമ്പർ 49. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാപെറുകട്ടെ എന്ന് മൊവാബിയായ റൂത്ത് ആരോട് ചോദിച്ചു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവോമിയോട്. ക്വസ്റ്റ്യൻ നമ്പർ 50. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ഡാഷ് അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജഡത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 51. ബോവാസ് നഗരവാതിൽക്കൽ ചെന്നു, അപ്പോൾ അവന്റെ ബന്ധു അവിടെ വന്നു. ബോവാസ് അവനോട് എന്ത് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സ്നേഹിത, ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 52. കാരണം അത് മിദ്യയിൽ ജനിച്ച് ഡാഷ് പോകുന്നു, അതിൻ്റെ നാമം അവിടെ തിരോഭവിക്കുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അന്ധകാരത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 53. ഞാൻ എവിടെ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഭൂമിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 54. യേശു എന്തിനെ കണ്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കഴുതക്കുട്ടിയെ. ക്വസ്റ്റ്യൻ നമ്പർ 55. ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ഡാഷ് സേവിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവമല്ലാത്തവയെ. ക്വസ്റ്റ്യൻ നമ്പർ 56. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും ഡാഷ് ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുത്രന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 57.
മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ എവിടെയാണ് കണ്ടിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സൂര്യന് കീഴെ. ക്വസ്റ്റ്യൻ നമ്പർ 58. ഡാഷ് ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മെതിക്കളത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 59. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ എന്ത് പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അഭയം. ക്വസ്റ്റ്യൻ നമ്പർ 60. യേശു വന്നത് എന്തുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 61. സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിച്ചു. കാരണം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചുകൊണ്ടിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 62. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി എന്ത് ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരുന്നു. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നീതി. ക്വസ്റ്റ്യൻ നമ്പർ 63. നവോമി റൂത്തിനോട് പറഞ്ഞു, മകളെ, സന്തുഷ്ടമായ ഡാഷ് നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കുടുംബജീവിതത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 64. സൂഫ് വംശജനായ എൽക്കാനയുടെ പിതാവ് ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യെറോഹാം. ക്വസ്റ്റ്യൻ നമ്പർ 65. അവന്റെ ഡാഷ് കാണുകയും അവനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് യേശയ്യ ഇങ്ങനെ പ്രസ്താവിച്ചത്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 66. ആരുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു? 1 സാമുവൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഏലിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 67. ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ എന്ത് ധരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അടയാളങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 68. ബാലനായ സാമുവൽ എങ്ങനെയാണ് വളർന്നു വന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 69. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഡാഷ് പെനീനയും. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. ഹന്നായിക്കാകട്ടെ മക്കളില്ലായിരുന്നു. 1 സാമുവൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഹന്നായും. ക്വസ്റ്റ്യൻ നമ്പർ 70. ഈശോ പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞത് ഏത് ദേവാലയത്തെ കുറിച്ചാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ശരീരമാകുന്ന ആലയത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 71. ആര് മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. 1 സാമുവൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 72. താൻ ഇപ്പോഴും ആരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ
താൻ ക്രിസ്തുവിന്റെ ദാസൻ ആകുകയില്ലായിരുന്നു എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 73. മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ? നവോമി ഇത് പറഞ്ഞത് ആരോടാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, റൂത്തിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 74. സഭാപ്രസംഗകൻ ജെറുസലേമിൽ ആരുടെ രാജാവായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേലിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 75. മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, ആര് മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും അപ്പസ്തോലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യേശുക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 76. ഫരിസേയരിൽ ആരെന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിക്കോദമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 77. ഡാഷ് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, എൽക്കാനയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 78. തലമുറകൾ വരുന്നു പോകുന്നു, എന്താണ് നിലനിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭൂമി. ക്വസ്റ്റ്യൻ നമ്പർ 79. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 80. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ ഡാഷ് ആണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സന്തതികൾ. ക്വസ്റ്റ്യൻ നമ്പർ 81. വിവാഹം നടന്ന കാനായിൽ എത്ര കൽവർണികൾ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 6. ക്വസ്റ്റ്യൻ നമ്പർ 82. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ ആരുടെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു? ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുത്രന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 83. ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഡാഷ് അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഫരിസേയരും. ക്വസ്റ്റ്യൻ നമ്പർ 84. പശുക്കൾ ബത്ശേമെശിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് എപ്രകാരമാണ് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഇടം വലം നോക്കാതെ നേരെ പോയി. ക്വസ്റ്റ്യൻ നമ്പർ 85. എപ്പോഴാണ് നമ്മൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് ഗലാത്യ 4-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ശിശുക്കളായിരുന്നപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 86. അവൻ മറുപടി പറഞ്ഞു, മകളെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡാഷ് ആദ്യത്തേതിലും വലുതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഔദാര്യം. ക്വസ്റ്റ്യൻ നമ്പർ 87. നിങ്ങൾ പ്രകാശത്തിന് മക്കളാകേണ്ടതിന് നിങ്ങൾക്ക്
പ്രകാശമുള്ളപ്പോൾ അതിൽ എന്ത് ചെയ്യുവിൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശ്വസിക്കുവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 88. സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിച്ചതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 89. യേശുവിന്റെ വിധി എപ്രകാരമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നീതിപൂർവകം. ക്വസ്റ്റ്യൻ നമ്പർ 90. ഇസ്രായേൽ മുഴുവൻ എവിടെ ഒരുമിച്ച് കൂട്ടട്ടെ എന്നാണ് സാമുവൽ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മിസ്പായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 91. ആരെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 92. ജെസ്സിയുടെ പിതാവാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 93. എന്നാൽ യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ ചെന്നെത്തിക്കുന്നതിന് ഡാഷ് സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വ്യാജ. ക്വസ്റ്റ്യൻ നമ്പർ 94. ക്രിസ്തു ആരുടെ സന്താന പരമ്പരയിൽ പെട്ടതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാവീദിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 95. ഈശോ എവിടെ വെച്ചാണ് രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗലീലയിൽ വെച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 96. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് എന്ത് ചെയ്തു തുടങ്ങി? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പഠിപ്പിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 97. എൽക്കാനയ്ക്ക് 2 ഡാഷ്, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭാര്യമാരുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 98. എലിമലകിന്റെ ഭാര്യ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 99. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ ആര് കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു? 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 100. ഹന്ന എവിടെയാണ് പ്രാർത്ഥിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവസന്നിധിയിൽ. നന്ദി. ഇന്നത്തെ പഠനഭാഗത്തിലെ പോലെ 100 ചോദ്യങ്ങളുടെ ആയിരക്കണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ വചനവായൽ ലോഗോസ് ക്ലബ് അംഗത്വം ഉള്ളവർക്ക് ലോഗോസ് ക്ലബിൽ നിന്നും ലഭിക്കുന്നതാണ്. കൂടാതെ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും 100 കണക്ക് സെറ്റ് ചോദ്യോത്തരങ്ങൾ ചെയ്തു പഠിക്കുവാൻ ലോഗോസ് ക്ലബിൽ അംഗത്വം സഹായിക്കുന്നു. ഇപ്രകാരം വചനവായൽ ആപ്പിൽ മാസ, വാർഷിക, ലൈഫ് അംഗത്വം എടുത്ത് എക്കാലത്തെയും ലോഗോസ് കിസിനൊരുങ്ങുവാൻ അസുലഭമായ സന്ദർഭം. ഏവർക്കും വചനവായൽ ആപ്പിലേക്ക് സ്വാഗതം. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ.
എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.